പ്രാർത്ഥിച്ച് നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് പ്രവേശിക്കാം. प्रार्थना के साथ हम इस बाइबल अध्ययन का आरंभ करेंगे. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, അടിയങ്ങളെ ശുദ്ധീകരിക്കണമേ. मेरे पिता, मेरे प्रभु, हमको आप शुद्ध करिएगा. അങ്ങയുടെ വചനം ധ്യാനിപ്പാനും ചിന്തിപ്പാനും സംസാരിപ്പാനും അടിയങ്ങളുടെ നാവുകളെയും ആധരങ്ങളെയും ശുദ്ധീകരിക്കണേ. आपके वचन को बोलने और सीखने के लिए प्रभु हमारे अधरों को प्रभु आप शुद्ध करिएगा. അത് ശ്രദ്ധിക്കുവാനും ശ്രവിക്കുവാനും അങ്ങയുടെ മക്കൾക്ക് കൃപ കൊടുക്കണേ. और उसको सुनने और समझने के लिए आपके जन को आप कृपा दीजिएगा. ഇത് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. और ये हमारे जीवन में एक अनुग्रह का कारण बने पाए. യേശുവിന്റെ നാമത്തിൽ തന്നെ. प्रभु यीशु मसीह के नाम से ആമേൻ. आमीन. കഴിഞ്ഞ ദിവസം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ചില അധ്യായങ്ങൾ അല്ലെങ്കിൽ ചില ലേഖനങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. अब पिछले दिनों में हम प्रकाशित वाक्य के कुछ संदेशों को जो कलीसिया को लिखे गए हैं उनको सीख रहे थे. ഒന്നാമത്തെ സഭയിൽ യേശുവിന്റെ സാന്നിധ്യം സഭയുടെ കേന്ദ്ര ബിന്ദു എന്ന നിലയിൽ 7 നിലവിളക്കുകളുടെ നടുവിലായിരുന്നു. पहले कलीसिया में जो है 7 दीवटों के बीच में प्रभु यीशु मसीह का सानिध्य हुआ करता था. അപ്പോൾ തന്നെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം അവരെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. लेकिन उस पहली कलीसिया में जो है एक गलती उनको मिली, प्रभु यीशु मसीह को मिली कि उन्होंने अपना पहला प्रेम खो दिया. സഭയുടെ രണ്ടാം കാലയളവിൽ സാത്താന്റെ പള്ളിക്കാർ അകത്തു വന്നു. और कलीसिया के दूसरे समय काल में शैतान के सभा जो है भीतर आ गई कलीसिया के. അവർ ദൂഷണം പറഞ്ഞു, സഭയുടെ സംസാര ശൈലി വഷളായി. वे निंदा करने लगे और कलीसिया का जो है रंग बदलने लगा वहाँ. സഭയുടെ മൂന്നാം കാലഘട്ടമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുകൊണ്ടിരുന്നത്. और पिछले अध्ययन में हम कल तीसरे समय काल यानी परगमुन की कलीसिया के बारे में सीख रहे थे. സാത്താന്റെ പള്ളിക്കാർ വന്നതിനെ തുടർന്ന് സാത്താനും ആലയത്തിൽ കയറി. जिस प्रकार शैतान की सभा कलीसिया के भीतर आई, उसमें शैतान भी प्रवेश कर गया. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നയിടത്ത് തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. और यहाँ पे प्रभु यीशु मसीह उनसे कहते हैं कि मैं जानता हूँ शैतान तुम्हारे बीच में रहता है. രണ്ട് സാത്താന്റെ സിംഹാസനമുള്ള ഇടമെന്നും മൂന്നാം സഭയെ കുറിച്ച് പറഞ്ഞു. और तीसरी कलीसिया के समय काल के बारे में प्रभु यीशु मसीह कहते हैं कि तुम्हारा बीच में शैतान का सिंहासन है. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. हम जो है प्रकाशित वाक्य उसके दूसरे अध्याय उसके 12 से लेकर 17 तक की आयतों पे मनन कर रहे हैं. സാത്താന്റെ സിംഹാസനം അകത്ത് വന്നതിനെ തുടർന്ന് സിംഹാസനം ശക്തിപ്പെടുത്തുവാൻ സാത്താൻ ശ്രമിച്ചു. और जिस प्रकार शैतान का सिंहासन कलीसिया के भीतर आया, शैतान पूरी कोशिश करता था उस सिंहासन को दृढ़ करने के लिए. അതിനുവേണ്ടി 2 കാര്യങ്ങൾ ചെയ്തു. इसके लिए उसने 2 कार्यों को किया. ഒന്ന്, ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിക്കുന്നവരെ അകത്തു കൊണ്ടുവന്നു. पहला, जो बालाक को उपदेश देने वाला बिलियाम का जिस प्रकार उपदेश था, वैसे लोगों को शैतान कलीसिया के भीतर लाने लगा. നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. और पिछले दिनों में हमने उसके बारे में चर्चा की. നമ്പേഴ്സ് സംഖ്യാപുസ്തകം 22-ാം അധ്യായം മുതലാണ് ഈ ബിലെയാമിനെ കുറിച്ച് നാം കാണുന്നത്. और बिलियाम के बारे में हम गिनती की किताब उसके 22वें अध्याय में पढ़ते हैं. അവിടെ വെച്ച് ബിലെയാം പറഞ്ഞു, ഇത് തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ആഭിചാരം ഇവർക്ക് ഫലിക്കയില്ല. और वहाँ पे हम पढ़ते हैं कि बिलियाम जो है वहाँ उनसे कहता है कि ये इजराइल एक ऐसा समूह है जो अलग रहता है, परमेश्वर की सानिध्य उसके ऊपर है और कोई जादू टोना और मंत्र उस पे फलेगा नहीं. എന്നാൽ ബാലാക്ക് രാജാവിന് ഒരു ഗുണദോഷം, ഒരു ഉപദേശം തന്റെ ബിലെയാം പറഞ്ഞു കൊടുത്തു. लेकिन बालाक राजा को बिलियाम भविष्यवक्ता उस इजरायली जन को हराने के लिए एक उपदेश देता है. ഈ ദൈവജനത്തിന്റെ വേർപാട് ലംഘിച്ചാൽ അതിനെ തുടർന്ന് ദൈവം അവരെ കളഞ്ഞിട്ട് പോകും. बिलियाम राजा से बोलता है, अगर तुम इस जन को, इस जाति की अगर तुम अलगाव की रीति छोड़ दो, अगर उनसे तुड़वा दो, तो परमेश्वर उन्हें त्याग देगा. ദൈവം അശുദ്ധിയിൽ പോകുന്ന ദൈവമല്ല. परमेश्वर अशुद्धता में जाने वाला परमेश्वर नहीं है. അതുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടികളെ ഇവരുടെ പട്ടാളക്കാരുടെ ക്യാമ്പുകളിലേക്ക് പറഞ്ഞയക്കുക. इसलिए तुम अपनी स्त्रियों को, अपनी लड़कियों को इनके सैनिकों के जगह पे छोड़ दो. सैनिक जहाँ रहते हैं वहाँ छोड़ दो. അങ്ങനെ ബാലാക്കിന്റെ ഉപദേശം പിടിക്കുന്നവർ, വേർപാട് ലംഘിക്കുന്നവർ സഭയിൽ എഴുന്നേറ്റു. इस प्रकार बिलियाम के उपदेश को फैलाने वाले, अशुद्धता की तरफ लेके जाने वाले, अलगाव तोड़ने वाले लोग कलीसिया के भीतर आ गए. 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 15 वाक्य को अगर पढ़ेंगे, അതുകൊണ്ട് തന്നെ നിക്കലോവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരും സഭയ്ക്കകത്ത് കയറി. जो निकलायु की शिक्षा को मानते थे वे भी कलीसिया के भीतर आ गए. ആരാണ് നിക്കലോവിയർ? कौन है ये निकलायु? നിക്കലാവോസ് എന്നൊരു മനുഷ്യനെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. निकोलस नाम का एक व्यक्ति के बारे में हम प्रेरितों के काम 6 अध्याय और 5वें आयत में हम पाते हैं. ചരിത്രവും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. और इतिहास भी उसके बारे में बताती है. 6-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ സഭ ഒരു പ്രശ്നം നേരിട്ടു.
छठे अध्याय में कलीसिया में एक मुसीबत आई, एक चुनौती आई। ഒന്നാം നൂറ്റാണ്ടിലെ സഭ തന്നെ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവകയെന്ന് എണ്ണുകയും അവരവരുടെ വസ്തുവകകൾ വിറ്റ് സഭയിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. और पहली समय की कलीसिया, जो पहली सदी की कलीसिया थी, उनमें वहाँ के लोग अपनी सारी संपत्ति को बेचकर वे कलीसिया में प्रवेश करने लगे, कलीसिया का अंग होने लगे। അങ്ങനെ 5000-ഓളം പേര് അവരുടെ കൂടെ ഭക്ഷിക്കുന്നവർ ഉണ്ടായി. और इस प्रकार 5000 लोग जो है वहाँ पे मिलकर उनके साथ भोजन करने वाले हो കാരണം गए, സഭയുടെ എണ്ണം 5000-ഓളം വർദ്ധിച്ചു. क्योंकि कलीसिया की संख्या 5000 तक गिनती में हो गई। ഇത്രയും പേരുടെ ഇടയിൽ പക്ഷപാതമുണ്ടായി, അല്ലെങ്കിൽ ഒരുവന് കൊടുക്കുന്നത് പോലെ വേറൊരുവന് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന സ്ഥിതിവിശേഷമുണ്ടായി. लेकिन इनके बीच में एक भेदभाव होने लगा, जिस प्रकार जैसे दूसरे लोगों को दिया जाता है वैसा और लोगों को नहीं दिया जाता था। ഒന്ന് ഉത്തരവാദിത്തപ്പെട്ടവരും ബന്ധപ്പെട്ടവരും ചോദിക്കാനില്ലാത്തവർക്ക് വിധവമാർക്ക് അവർ ആഹാരം കുറച്ചു കൊടുത്തു. और इस प्रकार विधवाओं को पूछने वाला और उनके प्रति बोलने वाला कोई ना होने के कारण वे जो है हर चीज को बहुत आसानी से लेने लगे। രണ്ട്, ഭാഷാ വ്യത്യാസം, ജാതി വ്യത്യാസം ഇതെല്ലാം രംഗത്ത് വന്നു. दूसरा, उनके बीच में भाषा का मतभेद और जाति का मतभेद होने लगा। ഏറ്റവും ദൈവകൃപയിൽ നിന്ന് സഭയിലേക്ക് ഒരു കൺഫ്യൂഷൻ കടന്നു. और सबसे परमेश्वर की कृपा में रहने वाली पहली सदी की कलीसिया में इस प्रकार का एक कंफ्यूजन होने लगा। മറക്കരുത്, സാത്താന്റെ പള്ളിക്കാരകത്തുണ്ട്. भूलिए मत, शैतान के जन भीतर आ चुके हैं कलीसिया के। വേർപാട് ലംഘിക്കുന്നവർ സഭയ്ക്കകത്തുണ്ട്. अशुद्धता और अलगाव को तोड़ने वाले लोग कलीसिया के भीतर प्रवेश कर चुके हैं, ഇതൊരു അവസരമെന്ന് പിശാചി കണ്ടു. और शैतान ने इस अवसर का लाभ उठाया। ഈ കംപ്ലൈന്റ് ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെയല്ല കണക്കാക്കുന്നത്, പന്തിയിൽ പക്ഷഭേദമുണ്ട് എന്നൊരു കംപ്ലൈന്റ് അപ്പോസ്തലന്മാരുടെ അടുക്കലെത്തി. और प्रेरितों के पास जो है इसके बारे में एक कंप्लेंट पहुंचा कि इस प्रकार का एक मतभेद लोगों के बीच में यहाँ पे होता है। അവർ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരായ ചില ആളുകളെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. इसलिए प्रेरितों ने यह निर्णय लिया कि तुम्हारे बीच में से तुम 7 सुनाम लोगों को चुन लो। അങ്ങനെ അവരുടെ ഇടയിൽ നിന്ന് ചില ആളുകളെ തിരഞ്ഞെടുത്തു. इस प्रकार उनके मध्य में से कुछ लोगों को चुना गया। ആരെയാണ് തിരഞ്ഞെടുത്തത്? किनको चुना गया? ഒന്ന്, വിശ്വാസത്തിൽ തികഞ്ഞവർ. पहला, विश्वास बुद्धि में परिपूर्ण होने। രണ്ട്, ആത്മപൂർണർ. दूसरा, आत्मा में परिपूर्ण। മൂന്ന്, നല്ല മനസാക്ഷിയുള്ളവർ. तीसरा, सुनाम और अच्छे विश्वास को रखने वाले। നിശ്ചയമായി കഴിവും പൊതുസാക്ഷ്യവും ഉള്ളവരെ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളല്ലോ. അങ്ങനെ ഒരു കൂട്ടരെ തിരഞ്ഞെടുത്തു. निश्चय रूप से जिनकी गवाही अच्छी हो, श्रेष्ठ हो और सबके सामने अंगीकार करने वाली हो, वैसे लोगों को ही तो यह स्थान दिया जाएगा। അങ്ങനെയാണെങ്കിൽ വിശ്വാസം, ആത്മനിറവ്, നല്ല സാക്ഷ്യം, കഴിവ് മുതലായതുള്ള ആളുകളെ തിരഞ്ഞെടുത്തു. इस प्रकार पुरुषों के बीच में सुनाम, पवित्र आत्मा और बुद्धि से परिपूर्ण लोगों को जो है चुना गया। ആ കൂട്ടത്തിൽ അന്ത്യോക്യക്കാരനും യഹൂദ മത അനുസാരിയുമായ ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു. അവന്റെ പേരായിരുന്നു നിക്കലാവൂസ്. इसी प्रकार उन पुरुषों में से अन्ताकियावासी निकोलाउस, जो यहूदी मत में आ गया था, उसको भी चुन लिया गया। നിക്കലാവൂസിനെ കുറിച്ച് ഒരു പ്രത്യേക ഗുണം അല്ല, ഒന്നോ രണ്ടോ പ്രത്യേക കാര്യങ്ങൾ എടുത്തു പറയുന്നു. निकोलाउस के बारे में एक दो अच्छे गुण मैं आपके सामने रखना चाहता हूँ। ഒന്ന്, അദ്ദേഹം അന്ത്യോക്യക്കാരനാണ്. पहला, वो अन्ताकियावासी था। അന്ത്യോക്യക്കാരൻ എന്നുള്ള വാക്കിന് ഇവിടെ എന്താ പ്രസക്തി? यहाँ पे अन्ताकियावासी का क्या ऐसा विशेषण है? അന്നത്തെ ഉണർവുകാരെന്ന് പറയുന്നത് അന്ത്യോക്യക്കാരാ. क्योंकि उस समय अन्ताकिया में जागृति आई थी। യെരുശലേമിലാണ് ദൈവസാന്നിധ്യം ഇറങ്ങിയത്. यरूशलेम में परमेश्वर का सानिध्य उतरा था। യെരുശലേം ദേവാലയത്തിൽ പെന്തക്കോസ് പെരുന്നാൾ ആചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ जब यरूशलेम के आलय में पेंतिकोस का पर्व जब मनाया जा रहा था, ന്യായമായും ആലയത്തിൽ ഇറങ്ങേണ്ട പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങാതെ പകരം പെരിഹോവിൽ യെരുശലേമിൽ ഈ മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് ഇറങ്ങി. अगर रीति और परंपरा के हिसाब देखा जाए तो यरूशलेम में देवालय के भी ऊपर जो है या देवालय के अंदर पवित्र आत्मा को उतरना चाहिए था, लेकिन रीति को तोड़ते हुए मरकुस के कमरे में पवित्र आत्मा उतरी वहां। അങ്ങനെ ദൈവാത്മാവ് പാരമ്പര്യത്തിന്റെ പുറത്തല്ല ഇറങ്ങുന്നത്, പകരം ദൈവത്തെ അംഗീകരിക്കുന്നവരുടെ ഇടയിലാണ് ഇറങ്ങുന്നത്. इसलिए मैं आपको बताना चाहता हूँ, परंपरा के ऊपर पवित्र आत्मा नहीं उतरती है। जो परमेश्वर को मानते हैं, उसकी सुधि लेते हैं, उसके ऊपर पवित्र आत्मा उतरती है। ആത്മാവ് അവരുടെ മേൽ വരുന്നതോടെ അവർ ലോകത്തിന്റെ അറ്റത്തോളം പോയി യേശുവിന്റെ സാക്ഷ്യം വഹിക്കണമെന്ന് യേശു പറഞ്ഞു. और जब पवित्र आत्मा उसके ऊपर उतरी थी, तब प्रभु यीशु मसीह का वचन थी, आज्ञा थी कि तुम संसार के कोने तक, जाति तक पहुंच के सुसमाचार को फैलाओ। പക്ഷേ അപ്പോസ്തലന്മാർ പോകാൻ തയ്യാറായില്ല. लेकिन प्रेरितों ने जाने की इच्छा नहीं रखी। അവരുടെ മേൽ കൊടുത്തിരുന്ന ദൈവിക അരുളപ്പാടുകൾ അവർ നിവർത്തിച്ചില്ല. उनके ऊपर जो उत्तरदायित्व सौंपा गया था, उसके अनुसार वे नहीं चले। മാത്രമല്ല, ദൈവിക ഉപദേശം ഇല്ലാഞ്ഞ പല കാര്യങ്ങളും അപ്പോസ്തലന്മാർ ചെയ്തു. और यही से कि जो परमेश्वर की आज्ञा के अनुसार था, वो सारी चीजें उन्होंने किया। ഞാൻ ഇവിടെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ പറയട്ടെ. मैं कुछ चीजें यहाँ पे महत्वपूर्ण आपके बताना चाहता हूँ। ഒന്ന്, ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ ആവശ്യപ്പെട്ടു. അവർ ദൈവ കൽപ്പനയെ നിരസിച്ചു പോയില്ല.
एक तो परमेश्वर की आज्ञा जो थी कि वह संसार के कोने तक, जातियों तक जाके सुसमाचार पहुंचाना था, जो उन्होंने नहीं किया। രണ്ട്, അവർ എല്ലാം വിറ്റ് പൊതുവകയെന്ന് എണ്ണുവാൻ ആവശ്യപ്പെട്ടു. और दूसरा, उन्होंने यह आग्रह किया कि सारी संपत्ति को बेचकर उसको साधारण और सामाजिक ठहरा दे। അങ്ങനെ ചെയ്യേണ്ടതിന് ഒരു ദൈവകൽപ്പനയില്ല. ऐसा करने के लिए कोई परमेश्वर की आज्ञा न थी। ഒരു കൽപ്പനയില്ലാത്ത കാര്യം ചെയ്താൽ അത് പാപമായി പരിഗണിക്കും. अगर आज्ञा के विपरीत अगर तुमने कुछ किया तो वो पाप में गिना जाएगा। എങ്കിലും ദൈവം സാഹചര്യത്തെ മാനിച്ച് അപ്പോസ്തലന്മാരെ മാനിച്ച് ഒരു ശിക്ഷ പരസ്യമായി കൊടുത്തില്ല. लेकिन परमेश्वर ने परिस्थितियों को मद्देनजर प्रेरितों के ऊपर उस आज्ञा उल्लंघन का या ऐसे निर्णयों को लेने का उनके ऊपर कोई दंड नहीं ठहराया। മാത്രമല്ല അപ്പോസ്തലന്മാരുടെ വാക്കുകളെ ദൈവം മാനിച്ചു. और परमेश्वर ने प्रेरितों के द्वारा कहा गया चीजों का जो है सम्मान रखा। അവർ പറഞ്ഞതുപോലെ വിറ്റ് മുഴുവനും കൊടുക്കാതെ പകുതി ഒളിച്ചു വെച്ചിരുന്ന അനന്യാസിനെയും സഫീറയെയും ദൈവമായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റി. जिसको हम देख सकते हैं, हनन्यास और सफीरा नाम की दंपत्ति जब पतरस के पास आई, उन्होंने जो है संपत्ति का बाकी हुआ छुपाकर अधूरा झूठ कहा, अधूरा सच कहा, तो उसके ऊपर दंड मिला और वे मर चुके थे। അവർ ദൈവപ്രമാണങ്ങളെ ലംഘിച്ചു. क्योंकि उन्होंने परमेश्वर प्रेरितों के द्वारा कहे गए प्रमाणों का उल्लंघन किया। അതോടുകൂടെ ദൈവം യെരുശലേമിൽ നിന്ന് ഉണർവ് നിർത്തിക്കളഞ്ഞു. और इस कारण से यरूशलेम के भीतर जो जागृति हुई थी उसको परमेश्वर ने रोक दिया। യെരുശലേമിൽ നിന്നും ഉണർവ് നിന്നുപോയതിനെ തുടർന്ന് അന്ത്യോക്യയിൽ ഉണർവ് ആരംഭിച്ചു. और इस प्रकार जब यरूशलेम में एक जागृति रुक गई तो परमेश्वर ने अंताकिया को चुना, जहां पे एक जागृति का होना जरूरी था। ദേവാലയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ മാറ്റി മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് അയച്ച ദൈവം യെരുശലേമിൽ നിന്ന് ഉണർവ് മാറ്റി അന്ത്യോക്യയിലേക്ക് മാറ്റി. यरूशलेम में पवित्र आत्मा को गिरने के बजाय मरकुस के कमरे में गिराकर वहां पे जागृति जो आरंभ हुई थी, फिर वहां पे मतभेद होने के कारण वहां से जागृति को रोककर वो अंताकिया में जागृति का आरंभ परमेश्वर ने किया। പൗലോസിനോടും മറ്റും അന്ത്യോക്യയിൽ പോയി കൈവപ്പ് വാങ്ങിപ്പാനാണ് പറഞ്ഞത്. पौलुस का जो हाथ रखकर जो प्रार्थना थी वो अंताकिया में हुआ। അതിനോടകം യെരുശലേമിലെ സഭ ഏറെക്കുറെ ശൂന്യമായി. और इस कारण इसके बाद यरूशलेम की कलीसिया जो है शून्यता में पहुंच गई। അങ്ങനെ അന്ത്യോക്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഉണർവുകാരൻ എന്നാണ് ആ വാക്കിന്റെ ഒരർത്ഥം. इसका अर्थ यही है, अंताकिया वासी का अर्थ यानी जागृति को लेके चलने वाला, जागृति में हिस्सा लेने वाला व्यक्ति था वो। അവിടുത്തുകാരനായിരുന്നു ഈ മനുഷ്യൻ നിക്കലാവൂസ്. और यही वो व्यक्ति और इसी जगह से आने वाला व्यक्ति था निकलाउस। അങ്ങനെ 7 പേരുടെ മേൽ അവർ കൈവച്ചു. और इस प्रकार उन गिने हुए 7 लोगों के ऊपर प्रेरितों ने हाथ रखकर नियुक्त किया। നിക്കലാവൂസിന്റെ ചില നന്മകൾ ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുകയാണ്. यहाँ पे निकलाउस की कुछ विशेषताएं मैं आपके सामने रखता हूँ। ക്രിസ്തീയ ചരിത്രത്തിലെ ആദ്യത്തെ കൈവച്ചുള്ള അഭിഷേകമാണ് ഇവിടെ കാണുന്നത്. यहाँ पे कलीसिया के इतिहास का सबसे पहला हाथ रखकर जो नियुक्तिकरण अभिषेक प्राप्त करना है वो यहाँ पे हम पाते। ഒന്നാമത്തെ പ്രാവശ്യം കൈവപ്പ് ഏറ്റുവാങ്ങിയതായ 7 പേരുടെ കൂട്ടത്തിൽ ഒരാളാണ് നിക്കലാവൂസ്. पहली बार इतिहास में अगर हाथ रखकर अभिषेक को प्राप्त करने का जो चरित्र हम यहाँ पे पाते हैं, उनमें से एक व्यक्ति था निकलाउस। മാത്രമല്ല ആരാണ് അവരുടെ മേൽ കൈവച്ചത്? और किन्होंने निकलाउस के ऊपर हाथ रखा? അപ്പോസ്തലനായ പത്രോസ്, അപ്പോസ്തലനായ യോഹന്നാൻ മുതലായ യേശുവിന്റെ സഹോദരനായ യാക്കോബ് മുതലായ ഒന്നാം നിരയിൽപ്പെടുന്ന അപ്പോസ്തലന്മാർ നേരിട്ട് കൈവച്ച് അഭിഷേകം ചെയ്ത ഒരു വ്യക്തിയാണ് നിക്കലാവൂസ്. पहले स्तरों में गिने जाने वाले मुख्य प्रेरितों में से प्रेरित पतरस, प्रेरित യോഹന്ന, प्रभु यीशु मसीह के भाई प्रेरित याकूब, इन्होंने जो है हाथ रखकर, महत्वपूर्ण प्रेरितों ने हाथ रखकर निकलाउस के ऊपर हाथ रखकर अभिषेक दिया। അങ്ങനെയാണെങ്കിൽ ഒരു വലിയ വിശ്വാസത്തിന്റെ ഉടമ, തന്റെ ഗുണങ്ങളാണ് ഒരു വലിയ വിശ്വാസത്തിന്റെ ഉടമ. तो निकलाउस की विशेषता है कि वो एक बहुत बड़े विश्वास को धारण करने वाला व्यक्ति था। 2 ആത്മനിറവുള്ളവൻ. दूसरा पवित्र आत्मा को प्राप्त करने वाला व्यक्ति था। 3 ജനത്തിന്റെ ഇടയിൽ നല്ല സാക്ഷ്യമുള്ളവൻ. तीसरा जन के समूह के मध्य में उसका सुनाम था, अच्छी गवाही रखने वाला था। 4 നല്ല കഴിവുള്ളവൻ. चौथा उसके अंदर बहुत अच्छा काम था, उसका श्रम बहुत अच्छा था। 5 ഒന്നാം നൂറ്റാണ്ടിലെ സഭയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. और उसके पहली कलीसिया के मुख्य लोगों द्वारा चुना हुआ व्यक्ति। 6 ദൈവത്തിങ്കിൽ നിന്ന് കൈവപ്പ് ലഭിച്ച അപ്പോസ്തലന്മാരിൽ നിന്ന് കൈവപ്പ് ലഭിച്ചവൻ. उसके बाद प्रेरितों के द्वारा हाथ रख के अभिषेक प्राप्त किया वाला व्यक्ति। 7 ഉണർവുകാരൻ. और अगला जागृति में हिस्सा लेने वाला, जागृति लाने वाला व्यक्ति। 7 നല്ല ഗുണങ്ങൾ ഈ മനുഷ്യനിൽ इस ഉണ്ടായിരുന്നു. प्रकार के 7 अच्छे गुण उस व्यक्ति में हम पाते हैं। ഒന്നാം ബാച്ചിലെ അഭിഷക്തൻ. सबसे पहले बैच का एक अभिषिक्त പക്ഷേ व्यक्ति। ഇവൻ എന്തോ ഉപദേശ പെശകുണ്ട്. लेकिन इसके बीच में उसके अंदर एक उपदेश में विपरीतता आई। ഇവന്റെ പേരിനോട് ചേർത്ത് ഒരു കാര്യം കൂടി ചിത്രീകരിച്ചിട്ടുണ്ട്. इसके नाम के साथ एक और चीज को जोड़ा गया है। യഹൂദ മതാനുസാരിയായിരുന്നു, യഹൂദനായിരുന്നില്ല. यहाँ पे हम पढ़ते हैं यहूदी मत में आने वाला व्यक्ति, यानी यहूदी नहीं था। എന്താണ് ഇത് പ്രത്യേകത? इसका अंतर क्या है? ഇവൻ വേറെ ഏതോ മതത്തിൽപ്പെട്ടവനാണ്, അവിടുന്ന് വിശ്വസിച്ച് യഹൂദനായി മാറിയതാ. ये एक दूसरे जाति में
ठहराया गया व्यक्ति था, दूसरे जाति का व्यक्ति था जो बाद में यहूदी में आके मिला। അങ്ങനെയാണെങ്കിൽ ഇവൻ ഏത് ജാതിക്കാരനായിരുന്നു? तो इसका अर्थ है कि ये कौन सी जाति में हुआ करता था? നോസ്റ്റിക് മതങ്ങൾ എന്ന പേരിൽ ഒരു കൂട്ടം മതങ്ങൾ ഉണ്ടായിരുന്നു. നോസ്റ്റിക് മതങ്ങൾ. नॉस्टिक यानी विपरीत गूढ़ी चीजों को समझने वाली एक गुट हुआ करती थी, उनमें से गिना जाने वाला एक जाति में से गिना जाने वाला एक व्यक्ति था ये। ഇവൻ അവിടെ നിന്ന് വന്നവനാ. ये वहां से आने वाला एक व्यक्ति था ये। അവന്റെ അകത്തിന്റെ അകത്ത് ക്രിസ്തീയ കാഴ്ചപ്പാടിനേക്കാളും യഹൂദ കാഴ്ചപ്പാടിനേക്കാളും വ്യത്യസ്തമായി വേറൊരു കൊച്ചു കാഴ്ചപ്പാട് കിടപ്പുണ്ട്. इसके अंदर का जो दर्शन है वो यहूदी दर्शन और मसीही दर्शन के ज्यादा एक और इसका जातीय दर्शन इसके भीतर कहीं छुपा हुआ है। അവരവരുടെ ഹൃദയത്തിൽ വരുന്ന തോന്നലുകൾ ചിലർ സ്വപ്നമായി കാണാറുണ്ട്. कभी कभार कुछ लोग उनके भीतर आने वाले सोच विचारों को स्वप्न के रूप में देखते हैं। ഇവരും സ്വപ്നങ്ങൾ കാണുന്നവരായിരുന്നു. ये भी एक ऐसा व्यक्ति था जो स्वप्न देख के विश्वास करता था। അവരൊരു സ്വപ്നം കണ്ടാൽ അവർ പറയും ഏതോ ഫെയറി, ഏതോ ദേവതകൾ, ഏതോ മാലാഖമാർ വെളിപ്പെട്ട് എനിക്ക് കാണിച്ചു തന്ന ദർശനമാണ്, ഞാനൊരു ഫെയറിയെ കണ്ടു. और ये जो है बीच बीच में ऐसा बोलता था कि मैंने एक फेरी को देखा है, मैंने जो है एक स्वर्गदूत को देखा है, मैंने किसी देवी को देखा है, और उसकी कही चाहे जाने वाले स्वप्नों पे वे विश्वास करके उसको उपदेश ठहराता था। മാനസാന്തരപ്പെട്ടൊക്കെ വന്നെങ്കിലും അകത്തിന്റെ അകത്ത് എവിടെയോ ഈ പഴയ അണുക്കൾ കിടന്നിരുന്നു. अगर उसका मन फिरा हुआ तो भी उसके अंदर कहीं ना कहीं छिपी हुई गूढ़ी बातें थी। മറക്കരുത്, സഭയിൽ വേർപാട് നഷ്ടപ്പെട്ട കാലം. आपको पता है कि कलीसिया में जो अलगाव नष्ट हुआ वो समय काल, സഭയിൽ സാത്താന്റെ പള്ളിക്കാർ കയറിയ കാലം, और कलीसिया के भीतर शैतान के लोग भीतर आ चुके हैं। സഭയിൽ സാത്താൻ താമസിച്ച സിംഹാസനം വെച്ച കാലം. कलीसिया के में जो है शैतान का सिंहासन प्रवेश कर चुका है, പിശാചിനൊരു അല്പം ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിയുന്ന ഈ വ്യക്തിയെ പിശാചി കയ്യിലെടുത്തു. और शैतान जिसके ऊपर अपना प्रभाव कर सकता है उस व्यक्ति को, यानी निकलाउस जैसे व्यक्ति को शैतान ने चुना अपना प्रभाव डालने के लिए। ചരിത്രം പറയുന്നത് ദയവായി ശ്രദ്ധിക്കൂ. चरित्र क्या बताता है, इतिहास क्या बताता है, ध्यान पूर्वक सुने। ഇവന് പെൺകുട്ടികളെ കണ്ടാൽ എന്തോ ഒരു അസാധാരണ താല്പര്യമുണ്ടായിരുന്നു. जब भी यह व्यक्ति स्त्रियों के ऊपर देखता था, इसके अंदर एक स्वभाव उत्पन्न हो जाता ഇവന് था। കിട്ടിയ ജോലിയാണെങ്കിൽ ആഹാരം വിളമ്പുന്നത്. इसको जो काम सौंपा गया था वो भोजन परोसने का था। അവനോട് ചിരിച്ചു കാണിക്കുകയോ കളിവാക്കുകൾ പറയുകയോ ചെയ്യുന്ന പെൺകുട്ടികൾക്ക് അവൻ അധികം ആഹാരം യോഗ്യമായി വിളമ്പി. कोई भी स्त्री अगर इसके ऊपर थोड़ा मुस्कुरा दे और इसके ऊपर थोड़ा ज्यादा प्रेम भाव दिखा दे, उसको वो वहां पे मतभेद करता था, उसको सबसे अच्छे तरीके से देखता था। അങ്ങനെ ആയതോടുകൂടെ ചിരിക്കാനും കളിക്കാനും ഒത്തിരി പെൺകുട്ടികൾ തയ്യാറായി. और ऐसा कर देख के समझ के अनेक स्त्रियों ने उसके साथ प्रेम व्यवहार किया। ചില പെൺകുട്ടികളുമായി ഇവൻ അമിതമായി അടുത്തു. और किन्हीं स्त्रियों के साथ इसका संबंध बहुत गहरा हो गया। അവൻ സഭയ്ക്കകത്ത് പെൺകുട്ടികളെ വഷളാക്കി. और वो कलीसिया के भीतर स्त्रियों को अशुद्ध किया। ഇത് ആളുകൾ കണ്ടുപിടിച്ചു. और ये लोगों ने देख लिया। നിക്കോലാവോസിനെ ചോദ്യം ചെയ്തു. निकलाउस से प्रश्न किया गया। നിക്കോലാവോസ് പറഞ്ഞ മറുപടി, ഒരു ഫെയറി എനിക്ക് വെളിപ്പെട്ടു, എനിക്കൊരു വെളിപ്പാട് തന്നു, ഇതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. और निकलाउस ने उन अपनी सफाई के लिए इस प्रकार कहा कि मुझे बीते रात को एक फेरी ने मुझे दर्शन दिया, और उस फेरी ने कहा कि ऐसा करने से कोई गलत नहीं है, इसलिए मैंने किया। ഒരു കുട്ടി കഥയും ഉണ്ടാക്കി. और उसके पीछे उसने एक कहानी भी गढ़ दी। അദ്ദേഹം പറഞ്ഞു, യേശു കാൽവരിയിൽ മരിച്ചത് നമ്മുടെ പാപങ്ങൾ മുഴുവനും മോചിക്കാനാ. और उसने कहा कि प्रभु यीशु मसीह का मृत्यु कलवरी क्रूस में हमारे सारे पापों से छुड़ाना था, मिटाना था। നാം ചെയ്തു കഴിഞ്ഞ പാപങ്ങളും ചെയ്യാനുള്ള പാപങ്ങളും യേശു ഒരുപോലെ ക്ഷമിച്ചു കഴിഞ്ഞു. हमारे जो पाप जो पहले हो चुके हैं और जो इस दुनिया में हम पाप करने वाले हैं, उन सभी को प्रभु यीशु मसीह ने कलवरी क्रूस में मिटा दिया है। അതുകൊണ്ട് ഇനി പാപം ചെയ്താൽ ഇത് പാപമായി പരിഗണിക്കുന്നില്ല, അത് ജഡത്തിന്റെ ആവശ്യവും ആശയവുമാണ്, അതുകൊണ്ട് ദൈവം അതിനെ അംഗീകരിക്കും. इसलिए अब तुम अगर पाप करोगे तो वो शरीर की इच्छा कही जाएगी, क्योंकि शरीर का लालसा है, ये तुम्हें पाप में नहीं गिरा जाएगा। വേദപുസ്തകവുമായി വലിയ പരിചയമില്ലാത്ത ലോകമോഹത്തിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ അത് നന്നായി എന്ന് കണ്ട് അത് അനുകരിച്ചു. और इस प्रकार का उपदेश वो फैलाने लगा, और जो लोग बाइबल को नहीं समझते थे, जो अच्छे उपदेशों में स्थित नहीं थे, उन्होंने इसको समझ लिया, निकलाउस उपदेशों को सही ठीक मानकर उसके पीछे अनुकरण करने लगे। ഇതാണ് നിക്കോലാവോസിന്റെ ഉപദേശം. और यही था निकलाउस का उपदेश। നിക്കോലാവോസിന്റെ ഉപദേശത്തിൽ ഏതാണ്ട് 12 പ്രത്യേകമായ ഉപദേശ സംഹിതകളുണ്ട്. निकलाउस के उपदेशों में मुख्य रूप से 12 संहिताओं को हम पाते हैं। യേശു മരിച്ചത് നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിപ്പാനാണ്, പാപത്തിൽ നിന്ന് വിടുവിച്ച് കഴിഞ്ഞു. प्रभु यीशु
मसीह का मृत्यु पापों से छुड़ाना था, जो पापों से पूरी तरीके से हमें छुड़ाता है। ഇനി പഴയ നിയമത്തിന്റെ തത്വങ്ങൾ വെച്ചുകൊണ്ടിരിക്കേണ്ട ന്യായപ്രമാണം നീങ്ങിപ്പോയി. इसलिए व्यवस्था हट चुकी है, इसलिए पुराने नियम में हमें नहीं जीना है। വ്യഭിചാരം ചെയ്യരുതെന്നുള്ളത് പഴയ നിയമത്തിന്റെ വ്യവസ്ഥയാണ്, ഇനി അത് ബാധകമല്ല. पुराने नियम में व्यभिचार नहीं करना है लिखा हुआ है, लेकिन वो बीत चुकी है, इस कारण से अब अगर करने में कोई बुराई नहीं है। നമുക്ക് പഴയ നിയമ പുസ്തകങ്ങൾ വേണ്ട, इसलिए पुराने नियम की किताबें नहीं चाहिए, നമുക്ക് പുതിയ നിയമം മാത്രം മതി. हमें सिर्फ नया नियम ही काफी है। അതും പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും അന്ന് നിലവിൽ വന്നിട്ടില്ല. और उस समय पुराने नियम के अनेक किताबें उस समय नहीं मालूम थी उनको। മൂന്നാമത്തെ നൂറ്റാണ്ടിലാണ് ഇന്ന് നമ്മൾ കാണുന്ന പുതിയ നിയമം മുഴുവനുമായി രംഗത്ത് വരുന്നത്. तीसरी सदी में जो है पुराने नियम की सारी पुस्तकें लभ्य थी लोगों को उस समय। അന്ന് ചില്ലറ പുസ്തകങ്ങളെ ഉള്ളൂ, നമുക്ക് കുറച്ച് പുസ്തകങ്ങൾ മതി, കൂടുതൽ ആവശ്യമില്ല. और उस समय उसने ऐसा कहा कि हमें थोड़ी पुस्तकें ही काफी, सारी पुस्तकें जरूरत नहीं है। അദ്ദേഹം പറഞ്ഞു, യേശു വന്നത് പാപങ്ങളെ ക്ഷമിക്കുവാനാണ്, പാപ സ്വഭാവങ്ങൾ മാറ്റാനല്ല, പാപ സാഹചര്യങ്ങൾ മാറ്റാനല്ല. प्रभु यीशु मसीह का मृत्यु जो है, प्रभु यीशु मसीह आए पाप को मिटाने के लिए, पाप की स्थितियों को और पाप के स्वभाव को मिटाने के लिए नहीं आए हैं। അദ്ദേഹം പറഞ്ഞു, യേശു മരിച്ചത് ജഡത്തിലും ഉയർത്തത് ആത്മാവിലുമാണ്, ആകയാൽ ജഡത്തിൽ ചെയ്യുന്ന പാപങ്ങളെ യേശു കണക്കിടുന്നില്ല. प्रभु यीशु मसीह का मृत्यु शरीर में हुआ, लेकिन उसका जो है पुनरुत्थान आत्मा में हुआ, इसलिए शरीर की जो लालसाएं करने में कोई बुराई नहीं है, क्योंकि जी उठने वाला आत्मा है। ഒരിക്കൽ നാം യേശുവിന്റെ രക്ഷ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ നാം രക്ഷിക്കപ്പെട്ടു, ഇനി നമുക്ക് തിരിച്ച് ചെയ്യുന്നതൊന്നും പാപമല്ല. उसने कहा कि अगर एक बार हम मुंह से प्रभु यीशु मसीह के नाम का अंगीकार करते हैं तो सिर्फ वही काफी है, उसको जड़ से उसको शरीर में उसको लभ्य करना जरूरी नहीं है। അദ്ദേഹം പറഞ്ഞു, ഇനി സഭയിൽ പാപമെന്നോ ശിക്ഷയെന്നോ മിണ്ടരുത്, അതെല്ലാം പോയി. अब से आइंदा कभी भी कलीसिया में जो है पाप, दंड और व्यवस्था के बारे में बात नहीं करना है, क्योंकि वो सारी चीजें बीत चुकी हैं। ഇങ്ങനെ 12 ദുരുപദേശങ്ങൾ സഭയിൽ കൊണ്ടുവന്നു, അതിനെ നിക്കലോവി ഉപദേശം എന്ന് വിളിക്കുന്നു. इस प्रकार निकलाउस ने तकरीबन 12 जो है उपदेशों को कलीसिया में फैलाया, जिसको हम निकलाउस उपदेश करके कहते हैं। സാത്താൻ തന്റെ സിംഹാസനം സഭയ്ക്കകത്ത് ഉറപ്പിക്കുകയാണ്. शैतान को अपना सिंहासन कलीसिया में जो है स्थित करना है, അതിനവൻ നിക്കലോസിന്റെ ഉപദേശം അകത്തു കൊണ്ടുവന്നു. इसलिए उसने निकलाउस का उपदेश कलीसिया के भीतर लाया। സഭ നിക്കലോസിനെ മുടക്കി. कलीसिया ने निकलाउस उपदेश से दूर किया अपने आप को। എങ്കിലും നൂറ്റാണ്ടുകൾ തോറും നിക്കലോവി ഉപദേശം സഭയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. लेकिन अनेक सालों से जो है निकलाउस उपदेश जो है कलीसिया में भीतर कहीं ना कहीं आता रहा। മൂന്നാം കാലഘട്ടത്തിലെ സഭ 2 മേജർ അബദ്ധത്തിലായി, പാപത്തിലായി, ഉപദേശ പ്രശ്നത്തിലായി. तीसरे समय काल की कलीसिया यानी परगमुन कलीसिया में 2 महत्वपूर्ण चीजों में वो गिर गए, उसमें से एक था निकलाउस उपदेशों में। ഒന്ന് ബിലെയാമിന്റെ ഉപദേശം. पहला बिलेआम के उपदेश, ആരെയും വിവാഹം കഴിക്കാം. किसी से भी विवाह कर सकते हो। ദൈവജനത്തിന്റെ ഉപദേശം വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഇണയില്ല പിണ കൂടരുത്. प्रभु यीशु परमेश्वर के व्यवस्था के अनुसार किसी के साथ असमान जुए में तुम ना जुतो करके ये कहा गया है। ഞങ്ങൾ രണ്ടുപേരും ഏതാണ്ട് 22,000-ലധികം അംഗങ്ങളുള്ള ഒരു സഭയുടെ ശുശ്രൂഷകന്മാരാണ്. हम दोनों यहाँ पे जो है तकरीबन 22,000 के विश्वासियों का एक बहुत बड़ा कलीसिया में सेवकाई करते हैं। അനേക യുവാക്കളെ ഞങ്ങൾ കാണുന്നു. अनेक युवकों को हम देखते हैं। ഈ സഭയുടെ ഒരു 70%-ലധികവും യുവതി യുവാക്കളാണ്. यहाँ पे 70% से भी ज्यादा लोग जो है युवती और युवक हैं। ഇത്തരം ദുരുപദേശങ്ങൾ സഭയിൽ സാധാരണ വരാറുണ്ട്. और इस प्रकार का दुरुपदेश जो है कलीसिया में आता है। സ്നേഹം പലപ്പോഴും പാപത്തിന് വഴിമാറുന്നു. प्रेम कभी कभार लोगों को पाप की तरफ फिसलाता है। തമ്മിലുള്ള സ്നേഹം വർദ്ധിച്ച് പാപത്തിൽ പര്യവസാനിക്കുന്നു. अपने भी एक दूसरे के प्रति प्रेम जो है वो उनको पाप की तरफ गिराता है। അതൊന്നും സാരമുള്ളതല്ല. ഇതൊക്കെ ഈ കാലഘട്ടത്തിന്റെ ലക്ഷണമാണ്. യേശുവിന്റെ കാൽവറി മരണം അംഗീകരിച്ച നിങ്ങൾ വിശുദ്ധരാണ് എന്ന ദുരുപദേശം സഭയിൽ നുരഞ്ഞു പോകുന്നു. और कलीसिया में इस प्रकार का दुरुपदेश जो है बढ़ने लगा कि ये तो साधारण बात है, आज के आधुनिक युग में तो ये सब चलता है। इस प्रकार की परंपरा जो है आधुनिक युग में लाने लग गए। ഇവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ബേഥേലിനെ ഞങ്ങൾ അങ്ങേയറ്റം നിർബന്ധിക്കുന്നു. और इन सब चीजों से दूर रहने के लिए बेथेल कलीसिया एक बहुत महत्वपूर्ण निर्णय ली है। അവിശ്വാസികളുമായി വിശ്വാസികൾ ഇണയില്ല പിണ കൂടുവാൻ പാടില്ല എന്നത് പുതിയ നിയമത്തിന്റെ തത്വമാണ്. विश्वासी अविश्वासियों के साथ किसी भी प्रकार का संबंध ना जोड़े, ये परमेश्वर के वचन के अनुसार हम इसको निर्णय में लेते हैं। പഴയ നിയമത്തിൽ മോശ പറഞ്ഞു വ്യഭിചാരം ചെയ്യരുത്. पुराने नियम में मूसा ने कहा कि तुम व्यभिचार ना करो। ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു ന്യായപ്രമാണം ഞങ്ങൾക്ക് ബാധകമല്ല. एक तरफ लोगों ने कहा कि व्यवस्था हमारे लिए जरूरी नहीं है, പക്ഷേ യേശു പറഞ്ഞത് ശ്രദ്ധിക്കുമോ? लेकिन प्रभु यीशु मसीह ने क्या कहा? സ്ത്രീയെ നോക്കുന്നവന്റെ നോട്ടം തെറ്റിയാൽ ഞാനത് വ്യഭിചാരമായി കണക്കാക്കും. अगर कोई एक स्त्री को गलत नजर से देखता है तो मैं उसे व्यभिचार करके गिनता हूँ। പഴയ നിയമത്തിൽ കേവലം 613 കൽപ്പനകൾ ഉണ്ടെന്നാണ് വെയ്പ്പ്.
अगर पुराने नियम में यानी व्यवस्था में 613 जो है नियम है, कानून है करके हम पढ़ते പക്ഷെ हैं, പുതിയ നിയമത്തിൽ യേശുവും ശിഷ്യന്മാരും ചേർന്ന് തന്നത് 1050 കൽപ്പനകളാണ്. लेकिन नए नियम में प्रभु यीशु मसीह और प्रेरितों ने मिलकर 1050 नियमों को बताया है। പഴയ നിയമത്തിൽ 10 കൽപ്പനകളാണ്. पुराने नियम में 10 आज्ञाएं थी, അതിനോട് ചേർന്നുള്ളതായ നിർദ്ദേശങ്ങൾ ചേർത്താൽ 613 കൽപ്പനകൾ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കും. और उस आदेशों से आधारित नियमों और कानूनों को अगर व्यवस्था में पढ़े तो 615 है। യേശു എന്നതിനെ വളരെ വളർത്തി. और लेकिन प्रभु यीशु मसीह ने उसको और बढ़ाया। ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി അതിന്റെ കൂടെ വീണ്ടും ചേർത്തു. प्रेरित जो पवित्र आत्मा से भर गए उनमें से और बढ़ाने लगे। യേശുവിന്റെ പഠിപ്പിക്കലുകളെ മാത്രമാണ് അവർ വിശദീകരിച്ചത്. प्रभु यीशु मसीह की जो सीख है, आज्ञा है, उसको प्रभु और बढ़ाने लग गए। പുതിയ നിയമത്തിൽ 1050 കൽപ്പനകളോളം ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. और हम इस प्रकार विश्वास करते हैं कि नए नियम में 1050 जो है नियमों को पाते हैं। സഭ മോറൽ നിയമങ്ങളിൽ നിന്ന് തെറ്റി. और कलीसिया जो है, जो मौलिक नियम है, उसमें से फिसलने लग गई। അതോടുകൂടെ തന്റെ സഭയിൽ കർത്താവ് പറയുകയാണ്, എന്റെ വായിൽ വാളുണ്ട്, ഞാൻ വാളുകൊണ്ട് പോരാടും. इसलिए प्रभु यीशु मसीह अपना परिचय इस कलीसिया, इस समय काल की कलीसिया से कहते हैं कि मेरे पास दोधारी तलवार है। നാമും മറക്കരുത്. इसलिए हम यह ना भूलें। ഞാൻ ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകൻ എന്ന സ്ഥിതിയിൽ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. मैं इस कलीसिया के वरिष्ठ पासवान होने के नाते एक चीज आपको याद दिलाना തങ്ങൾ चाहता हूँ। രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൃപയെ അനുഭവിച്ച ശേഷം അവിശ്വാസികളുമായി ഇണയില്ല പിണച്ചേർന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും എനിക്കറിയാം. मैं ऐसे लोगों को भी जानता हूँ जो विश्वास में आने के बाद अविश्वासी एक युवक और युवती के साथ एक संबंध जोड़ते हैं। ഒരു 98% അത്തരം വിവാഹങ്ങൾ പരാജയമായി. 98% इस प्रकार के विवाह जो हैं उसको टूटते हुए मैंने देखा है। ഞാൻ ആവർത്തിക്കാം, 22,000-ലധികം മെമ്പേഴ്സ് ഉള്ള ചർച്ചിന്റെ സീനിയർ പാസ്റ്ററാണ് ഞാൻ. मैं एक और बात दोहराता हूँ, 22,000 के जो है संख्या वाले एक कलीसिया का वरिष्ठ पासवान हूँ मैं। അതിലെ 70%-ലധികവും യൗവനക്കാരാണ്. और उसमें से 70% से भी ज्यादा लोग जवान हैं। ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് ഞങ്ങൾ और താമസിക്കുന്നത്. हम जिस नगर में रहते हैं वो एक बहुत ही आधुनिक नगर है। കുത്തഴിഞ്ഞ ജീവിത ശൈലിയുടെ നടുവിലാണ് സഭയുടെ നിലനിൽപ്പ്. एक ऐसी जो है समय काल में है जहाँ जो खुली हुई किताब के समान है। എന്നാൽ സാത്താന്യമായ പല ഇൻഫ്ലുവൻസും പലരെയും അവിഹിതമായ ബന്ധങ്ങളിൽ ചാടിച്ചു. और शैतान अपने प्रभाव से अनेकों को जो है फिसला के पाप में गिराने की कोशिश करता है। അങ്ങനെ ചാടിയവരൊക്കെയും ഇന്ന് അവതാളത്തിലായി വലിയ ഭാരത്തിലും പ്രയാസത്തിലുമായി. और ऐसे शैतान के चंगुल में गलत स्वभाव को, अशुद्धता में जीने वाले लोग का जीवन बहुत ही नष्ट हो गया है। പ്രാർത്ഥിച്ചാൽ പോലും ദൈവം കൈക്കൊള്ളാത്ത ഒരു രംഗത്തിൽ അതുപോലുള്ള ദുഃഖത്തിൽ അവരിൽ പലരുമായി. दुख के साथ कहना कहता है, प्रार्थना के बाद भी एक छुटकारा उनको नहीं मिल पा रहा है। എന്തുപറ്റി? സഭ രണ്ട് പാപം ചെയ്തു. क्या कारण है? क्योंकि कलीसिया ने 2 अपराध किए। ഒന്ന്, അവർ നിക്കലോവിയരുടെ ഉപദേശം കൈക്കൊണ്ടു. पहला, उन्होंने निकलाउस के उपदेशों को पालन किया। രണ്ട്, ബിലെയാമിന്റെ ഉപദേശം കൈക്കൊണ്ടു. दूसरा, बिलेयाम के उपदेशों को स्वीकार किया। മറക്കരുത്, നിക്കലാവോ ശ്രേഷ്ഠനായിരുന്നു, നന്മയുള്ളവനായിരുന്നു, വീണുപോയി. भूलिए मत कि एक निकलाउस नामक व्यक्ति बहुत ही श्रेष्ठ था और सभी में से सुनाम व्यक्ति जाना जाता था। മോറൽ ലൈനിൽ സഭ തെറ്റി. लेकिन अपने मूलभूत सिद्धांतों में कलीसिया गिरने लग गई। സഭയുടെ മൂന്നാം കാലയളവ് തെറ്റിയെന്നാ ഞാൻ പറഞ്ഞു, ബഥേൽ തെറ്റിയെന്നല്ല ഞാൻ പറഞ്ഞു. बेथेल कलीसिया गिर गई मैंने नहीं कहा, लेकिन परगमुन जो समय काल था, कलीसिया का समय काल था, वो गिरने लग गई। എന്നാൽ കർത്താവ് പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ ചില നന്മകൾ തരും. लेकिन फिर भी यहाँ प्रभु यीशु मसीह इस समय काल की कलीसिया से कहते हैं कि जीतने वाले को मैं कुछ दूंगा। ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന നൽകും. जो जय पाएंगे उसको मैं गुप्त मन्ना दूंगा। എന്താണ് മറഞ്ഞിരിക്കുന്ന മന്ന? क्या है वो गुप्त मन्ना? പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ निर्गमन की किताब उसके 16वें अध्याय में മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരിടങ്ങഴി മന്ന എടുത്ത് അതൊരു പാത്രത്തിൽ വെക്കണം. तुम जो है एक आहेर, मूसा लोगों से कहता है तुम एक आसेर जो है मन्ना लेकर तुम एक बर्तन में रख दो അത് ദേവാലയത്തിൽ കൊണ്ടുവയ്ക്കുക. और उसको देवालय के आलय के भीतर ला दो। ആ മന്ന ഇനി ആർക്കും കാണാൻ കിട്ടത്തില്ല. और वो मन्ना कोई भी देख नहीं सकता। ദൈവം ഒരിക്കൽ തന്നതായ ആ മന്നയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് അതിപരിശുദ്ധ സ്ഥലത്ത് വെക്കേണ്ടതിന് മന്ന ഇട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രം ദേവാലയത്തിൽ കൊണ്ടുവയ്ക്കുക. और सोने के उस बर्तन में उस मन्ना को जो है उस अति पवित्र स्थान में रखा गया, यह याद दिलाने के लिए कि परमेश्वर ने एक समय अपने जन को मन्ना से जो है तृप्त किया था। അതാണ് മറഞ്ഞിരിക്കുന്ന മന്ന. यही है वो गुप्त मन्ना। മറഞ്ഞിരിക്കുന്ന മന്ന ഞാൻ അവന് കൊടുക്കും. और मैं जीतने वाले को, जय प्राप्त करने वाले को वो गुप्त मन्ना दूंगा। എനിക്കൊന്നേ ആ ഭാഗം ഒരുപാട് വിശദീകരിക്കാനുണ്ട്. यहाँ पे बहुत विशेष उसको बहुत समझाने के लिए है। ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ല് കൊടുക്കും.
जीतने वाले को मैं श्वेत पत्थर दूंगा। വെള്ള എന്നത് വിശുദ്ധിയെ കാണിക്കുന്നതാണ്. श्वेत यानी पवित्रता को दर्शाता है। വെള്ളക്കല്ലെന്നത് ദൈവം കൊടുക്കുന്ന വിശുദ്ധിയോട് ചേർന്ന ദൈവികമായ എന്തോ ദൈവിക പ്രത്യേകത നന്മയാണ്. श्वेत पत्थर यानी परमेश्वर के द्वारा दिया गया एक पवित्र कुछ मूल्यवान वस्तु। ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന പുതിയ പേര് ഞാൻ അവന് കൊടുക്കും. और उस पत्थर पर एक नाम लिखा होगा जो उस पाने वाले के सिवाय और कोई नहीं जानता। ജയിക്കുന്നവന് ഒരുപാട് പ്രതിഫലമുണ്ട്. और इस प्रकार जीतने वाले को इस प्रकार के अनेक प्रतिफल होंगे। അതേസമയം പെർഗമോസിലെ തോൽക്കുന്നവരോട് പറയുന്നതുണ്ട്. लेकिन परगमन के जो है हारने वालों को परमेश्वर क्या कहते हैं? ഞാൻ ഈ സ്ത്രീക്ക് മാനസാന്തരപ്പെടാൻ ഞാൻ ഇവർക്ക് മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കുകയാണ്. അവർ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ मैं इनको मन फिराने का एक अवसर प्रदान करता हूं, अगर वे मन फिराए नहीं तो എന്റെ വായിലെ വാളുകൊണ്ട് ഞാൻ അവരോട് പോരാടും. 16ാമത്തെ വാക്യം. मैं अपने मुख की तलवार से उनके साथ लड़ूंगा। ഇന്ന് പകൽ നാം ദൈവത്തിന്റെ വഴിയിലേക്ക് മടങ്ങി വരാം. आज यह हमें निर्णय लेना है कि परमेश्वर के मार्गों पे हम वापस आए। ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, നമ്മിൽ അനുസരിക്കാൻ തയ്യാറുള്ളവർ കേൾക്കട്ടെ. आत्मा जो कलीसिया से कहते हैं, जिसके कान हो वो सुन ले। हम अगर आज्ञा माने, पवित्र आत्मा के अनुसार अगुवाई से हम चलने पाए। ഇന്ന് ദൈവകരങ്ങളിലേക്ക് നമ്മെ പ്രതിഷ്ഠിക്കാം. आज अपने आप को हम परमेश्वर के हाथों पे समर्पित करें। കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. परमेश्वर हमें आशीष दे। പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ബൈബിൾ ക്ലാസ് അവസാനിപ്പിക്കാം. प्रार्थना करके इस बाइबल अध्ययन को हम यहाँ विराम दें। ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഒരു സഭയുടെ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുകയായിരുന്നു. मेरे पिता, हम एक कलीसिया के समय काल के बारे में हम सीख रहे थे। അങ്ങയ്ക്ക് തുല്യമായി മറ്റൊരു സിംഹാസനം സാത്താൻ സഭയിൽ ഇട്ടുപോയൊരു കാലം. आपके समान एक सिंहासन को शैतान कलीसिया के भीतर लाने वाला वो समय काल। നന്മയും തിന്മയും തിരിച്ചറിയുവാൻ കഴിയാതെ ജനം വഞ്ചിക്കപ്പെട്ടു പോയൊരു കാലം. भलाई और बुराई को परख ना पाने वाली वो कलीसिया का वो समय काल। യേശുവേ, ഞങ്ങൾ കൃപയിൽ ആശ്രയിക്കുന്നു. प्रभु यीशु पिता, हम कृपा में, अनुग्रह में आश्रय യേശുവിനോട് करते हैं। പറ്റിയിരിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ. हमें आपके साथ मिले रहने का वो कृपा प्रदान करिए। മഹത്വം കർത്താവിന്. सारी महिमा आपको, യേശുവിൻ നാമത്തിൽ തന്നെ. प्रभु यीशु मसीह के नाम से ആമേൻ. आमीन।